നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ്. ഈ കൊല്ലത്തെ അവസാന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന മത്സരമാണ്. അതായത് മത്സരത്തിന് മുന്നോടിയായി ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ വമ്പൻ ട്രെയിനിങ് സെക്ഷനിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി FCയോട് കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റിട്ടുണ്ടായിരുന്നു. അതും ഒരു വമ്പൻ തോൽവി തന്നെ. അതേപോലെ തന്നെ മത്സരത്തിൽ നമ്മൾ അടിപിടിയും കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ മത്സരത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലൈനപ്പ് തന്നെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ നമുക്ക് നോക്കേണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയും ഇതുവരെ നേരിട്ടപ്പോൾ ഏത് ടീമിനാണ് മുൻതൂക്കം എന്ന് തന്നെ നോക്കാം. എന്തായാലും ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി FCയും 19 മത്സരങ്ങളാണ് നേരിട്ടിട്ടുള്ളത്. അതിൽ 9 മത്സരങ്ങൾ മുംബൈ സിറ്റി FC വിജയിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനാകട്ടെ വെറും 4 മത്സരങ്ങൾ മാത്രമാണ് മുംബൈ സിറ്റി FCക്കെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. മുംബൈ സിറ്റി FC 4 മത്സരങ്ങൾ തോറ്റപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 9 മത്സരങ്ങളാണ് തോറ്റിട്ടുള്ളത്. അതേപോലെ തന്നെ 6 മത്സരങ്ങൾ സമനിലയിലും അവസാനിച്ചിട്ടുണ്ട്. മുംബൈ സിറ്റി FC കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് 30 ഗോളുകൾ അടിച്ചപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് വെറും 15 ഗോളുകൾ മാത്രമാണ് തിരിച്ചടിക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് തന്നെ ആശംസിക്കാം. എന്തായാലും ലൈനപ്പ് നമുക്ക് നോക്കുന്നതിന് മുമ്പ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് എത്ര ഗോളിന് വിജയിക്കുമെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ മുംബൈ സിറ്റി FCയുടെ പല താരങ്ങളും നാളത്തെ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും നാളത്തെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പർ സ്ഥാനത്ത് സച്ചിൻ സുരേഷിനെ തന്നെ നമുക്ക് കാണാം. അതേപോലെ പ്രീതം കോട്ടാൽ, ക്യാപ്റ്റൻ സ്ഥാനത്ത് മാർക്കോ ലെസ്കോവിച്ച്, മിലോസ്, നവോച്ച സിംഗ്, വിപിൻ, അസർ, ഐബൻ, രാഹുൽ KPനെ അടുത്ത മത്സരത്തിൽ ഫസ്റ്റ് 11-ൽ കാണാൻ സാധിക്കുമെന്നും തോന്നുന്നില്ല. പകരം നമുക്ക് മറ്റൊരു താരത്തിനെ രാഹുൽ KPക്ക് പകരം ഫസ്റ്റ് 11-ൽ ഇറക്കി കളിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പെപ്രേനെ ഫസ്റ്റ് 11-ന് പകരം ഇറക്കാതെ ഡൈസൂക്കിനെ ഫസ്റ്റ് 11-ൽ ഇറക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ട്രൈക്കറായിട്ട് ഡിമിട്രിയോസ് തന്നെ കളിക്കും. അഡ്രിയാൻ ലൂണയുടെ കളി നമുക്ക് ഇനി ഈ സീസണിൽ കാണാൻ സാധിക്കത്തില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടി വരും. എന്തായാലും മികച്ചൊരു ലൈനപ്പ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങി മുംബൈ സിറ്റി FCക്ക് ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിച്ച് വീഡിയോ നിർത്താം.